ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാനും റിവ്യൂ ചെയ്യാനും എത്തിയിരിക്കുന്നത് ഓഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇത് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് ഉള്ളത്. കുറച്ച് നല്ല റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവരുടെ തന്നെ കഫേ ഷോപ്പ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം അവിടെ നിന്ന് വൈകുന്നേരം ഈവനിങ് ഒരു കോഫി അവിടെ നിന്ന് കുടിച്ചപ്പോൾ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് വൈകുന്നേരം നമ്മൾ ഡിന്നർ എന്നാൽ ഇവിടെ നിന്നാവാം എന്ന് വിചാരിച്ചത്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് എങ്ങനെയാണ്, അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങളും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നിച്ചാണ് ഡിന്നർ കഴിക്കാൻ എത്തിയിരിക്കുന്നത്. ബാക്കിൽ കൂടെ വരുന്ന കുഞ്ഞു മനുഷ്യൻ വേറെ ആരുമല്ല, എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പം അവനും ഞങ്ങളെപ്പോലെ തന്നെ ഫുഡ് റിവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് അതുപോലെ പൊറോട്ട ബട്ടർ ചിക്കൻ, അതുപോലെ നാൻ ബട്ടർ ചിക്കൻ. ഇതുകൂടാതെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് സ്പെഷ്യലായിട്ട് വേറെ ചൈനീസ് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തത് ഈ ബട്ടർ ചിക്കൻ തന്നെയാണ്. ഞങ്ങൾ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്കൊരു വിയേർഡ് കോമ്പിനേഷനായിട്ട് തോന്നാം, ഒരു ചൈനീസ് ഐറ്റവും അതിൻ്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ സാധനവും കൂടെ. പക്ഷേ ആക്ച്വലി അതിൻ്റെ കോമ്പിനേഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു കഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പം. പിന്നെ ഇവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്, എന്നാൽ ഭയങ്കര റേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊറോട്ട നല്ലതായിരുന്നു. ബട്ടർ ചിക്കൻ സാധാരണ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബട്ടർ ചിക്കനും വളരെ ടേസ്റ്റി ആയിരുന്നു. അവിടുത്തെ ഫ്രൈഡ് റൈസ് ആവട്ടെ, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആവട്ടെ അടിപൊളിയായിരുന്നു. എനിക്ക് ഫ്രൈഡ് റൈസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഫ്രൈഡ് റൈസ് മിക്ക ഒരു റെസ്റ്റോറൻറ്റ്സിലും ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. കൂടുതലും ആ റൈസ് ഭയങ്കര കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ വേവ് അങ്ങ് കുറച്ചിട്ട് റൈസ് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. ഒരു പകുതി പോലും വേവിക്കാത്ത റൈസാണ് മിക്കയിടത്തും കിട്ടാറ്. പക്ഷേ ഇത് റൈസിൻ്റെ വേവും പാകവും ഒക്കെ ഒട്ടും ഡ്രൈ അല്ലായിരുന്നു, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഫ്രൈഡ് റൈസ്. അപ്പം ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇവിടെയാണ്. നമുക്കൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കിട്ടാൻ പാടാണ്. അപ്പം ഇവിടുത്തെ ഫുഡും സർവീസും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. റെസ്റ്റോറൻ്റ് ആണെങ്കിലും നല്ല നീറ്റായിരുന്നു. അപ്പം ഇതൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പേര് മറക്കണ്ട, ഓഷ്യൻ റെസ്റ്റോറൻറ്റ് കൽപ്പറ്റ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇതുപോലുള്ള റിവ്യൂ വീഡിയോസൊക്കെ വേണമെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.